മാർഗം ഇല്ലാത്തപ്പോ കളിക്കുന്ന കളിയാണ് മാർഗം കളി എന്നൊക്കെയാണ് മാർഗം കളിയെ ട്രോളാറുള്ളത്. എന്റെ കൂടെയുള്ള ഈ ടീം പറഞ്ഞു തരും ഒരു മാർഗം ഇല്ലാത്തപ്പോ കളിക്കുന്ന കളിയാണോ മാർഗം കളി അല്ലയോ എന്നുള്ളത്. നമുക്കിവിടെ ഡാൻസ് ഒക്കെ കണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. നിങ്ങൾ തുടങ്ങല്ലേ? തുടങ്ങിക്കോ. ഇന്നിവയെല്ലാം കണ്ണുനിരാലേ തുമയുണർത്തിച്ച നേരം തെരേ എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പെർത്തരുൾ ചെയ്വാൻ തുടങ്ങി തെരേ നീയൊരുവൻ താനെന്നൊരു ചിന്ത ഉള്ളിൽ നിന്ന് കഴൽ വേണ്ട തെരേ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകുന്നാടതിലെല്ലാം തെരേ മനുഷ്യരെല്ലാ ഹിന്ദുവിലെന്ന് പള്ളിന് കഴൽ വേണ്ട തെരേ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ ചെയ്യും ജന്തുക്കളല്ലോ തെരേ എന്നതിനാൽ ഇപ്പോൾ ഞാൻ ഇന്നു നിന്നെയും വിറ്റുവില വാങ്ങിയെന്നാൽ തെരേ എഴുമൊഴികളേഴും തികപ്പനായി ചുട്ടുകൊടുക്കുന്നു വേറെ തെരേ ത്രിലോകനാഥൻ കാശെടുത്തൻപാൽ തൊമടിപ്പാക്കൾ കൊടുത്തു തെരേ തൃപ്തി വരുമ്പോൾ എൻ പലരുൾ ചെയ്തു അത്ര വിധി ചഴകാലേ തെരേ ഇഴലൊഴിഞ്ഞുട കൊണ്ടുവരുവേൻ എന്നുര ചെയ്തതു കർഗുദേയതിന്തകതിന്തത്തേ. ഓക്കെ, അപ്പോ ഇത്രയും പവറിൽ കളിക്കാൻ പഠിപ്പിച്ച മാഷ്, ആ മാഷ് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത്രയും പവർ എവിടുന്ന് കിട്ടി എന്നാലും കളിക്കാൻ? സാറ് നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. പിന്നെ ഞങ്ങളും അത്യാവശ്യം നല്ല പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജിൽ കയറി? നിങ്ങളുടെ മത്സരമൊക്കെ കഴിഞ്ഞല്ലോ, എന്താണ് ഫീൽ ചെയ്തത് സ്റ്റേജിൽ കയറിയപ്പോ? എ ഗ്രേഡ് കിട്ടും തന്നെയാണ് പ്രതീക്ഷ. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, പരമാവധി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. എ ഗ്രേഡ് കിട്ടും. അപ്പൊ ഈ ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ലല്ലോ. ഈ മാർഗം കളിക്ക് ചെവിയിലിട്ട് ഇതാണെങ്കിലും മാലയാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയൊക്കെ മാഷ് പറഞ്ഞു തന്നിട്ടുണ്ടാവല്ലോ നിങ്ങളോട്. എന്താണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി? അയ്യോ, ഇങ്ങനൊന്നും എന്നോട് ചോദിക്കില്ലേ, എനിക്കറിയില്ല. സാറ് തരുന്നു ഞങ്ങളിടണു, അത്രയ്ക്ക് അറിയുള്ളൂ. അറിയാം? ആർക്കെങ്കിലും അറിയാം കൂട്ടത്തില്? അറിയാം, അറിയത്തില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു നിയമപരമായിട്ടൊരു ചിട്ടയുണ്ട്. നമ്മൾ കാതിലിടുന്ന കമ്മലിന് 7 സർക്കിളാണുള്ളത്. അത് നമ്മൾ നിൽക്കുന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇതിഹാസം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ സാറ് ഞങ്ങൾക്കെല്ലാം സ്റ്റെപ്സും അതിലും കോസ്റ്റ്യൂം ആണെങ്കിലൊക്കെ സാറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ ടീമിലുള്ള 7 പേരെയാണ് ഈ കമ്മല് റെപ്രസെന്റ് ചെയ്യുന്നത്. മാലയോ? അതറിയില്ല. എന്നോട് ഇത്രയൊക്കെ ചോദിക്കാൻ പാടുള്ളൂ, എനിക്കറിയില്ല. പഠിപ്പിച്ച സാർ നിതിൻ സാറാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അപ്പം സാർ ഇത്തിരി ബിസി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സാർ വരുമായിരുന്നു. ഈ ഡാൻസിലെ സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പ് നമ്മൾ പൊതുവെ വെക്കും ഭയങ്കര പവർ, കാലൊക്കെ ഭയങ്കര അടിച്ചല്ലേ വെക്ക, അതെന്തുകൊണ്ട് അങ്ങനെ വെക്കുന്നേ? അതാണ് അതിന്റെ ഇത്. നമ്മൾ എത്ര തവണ ചവിട്ടണം എന്നുള്ളതിന് ഒരു കണക്കുണ്ട്. അതല്ലാതെ നമ്മൾ ചവിട്ടാൻ പാടില്ല. അപ്പം മാർഗളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എനർജി തന്നെയാണ്. അപ്പോൾ ഓരോ ചവിട്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ കളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞു ഒരു മാർഗം ഇല്ലാത്തപ്പോ കളിക്കുന്ന കളി ഇതാണ് മാർഗം കളി എന്ന് പറയാറ്. അങ്ങനെയല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു അല്ലേ? അതിപ്പോ നമ്മൾ എവിടെ പോയിട്ട് എന്തിനാ പങ്കെടുക്കുന്നത്, മാർഗം കളിക്കാന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും ഒരു മാർഗം ഇല്ലല്ലേ, അതാണ് കളിക്കുന്നതല്ലേ എന്ന്. അപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ എല്ലാ സ്റ്റെപ്സിനെ കുറിച്ച് നല്ല ധാരണയോട് കൂടിയാണ് വരുന്നത്. അല്ല മാർഗം ഇല്ലാത്തതുകൊണ്ട് കളിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ ഇതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ വരുന്നത് മലപ്പുറം സെന്റ് ജോമസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ 2-3 പേരൊക്കെ മുമ്പും സ്റ്റേറ്റിൽ പങ്കെടുത്ത കുട്ടികളാണ്. അപ്പോൾ ഇപ്രാവശ്യം സ്റ്റേറ്റിലെത്താൻ പറ്റും എന്ന് വിചാരിച്ചതല്ല. അപ്പം ഡിസ്ട്രിക്ട് ഫസ്റ്റ്, സ്റ്റേറ്റ് എ ഗ്രേഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓരോ ഈ മാർഗം കളിക്ക് അതായത് ഓരോ ഡാൻസിനും ഓരോരോ പാട്ടായിരിക്കുമല്ലോ. അതിപ്പോ ഓരോ സ്റ്റോറീനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ. നിങ്ങളെടുത്ത പാട്ട് എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു കഥ എങ്ങനെയാണ് സംഭവം? അതെന്ന് വെച്ചാൽ കുറെ പാദങ്ങളുണ്ട്. അപ്പം അധികം നമ്മൾ 8 പാദം അല്ലെങ്കിൽ 7 പാദം നമുക്ക് എടുക്കാം കളിക്കാൻ. അപ്പം ഞങ്ങൾ 7 പാദം 8 പാദം എന്നൊക്കെ പറയുന്നത് എന്താ സംഭവം? ഓരോ പാട്ട് ഓരോ പാദം. അപ്പോ വന്ദനം തുടങ്ങി മനഗുണയിലാണ് അവസാനിക്കുന്നത്. അപ്പം ഇതിന്റെ ഇടയിൽ നമുക്ക് 7 പാദമോ 8 പാദമോ എടുക്കാം. 10 മിനിറ്റിൽ തികയുന്ന രീതിയിൽ എങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാറിന് ഞങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാദങ്ങൾ സെലക്ട് ചെയ്തതാണ്. അല്ലാതെ അത് സെലക്ട് ചെയ്തതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വേറെ.
അപ്പോ ഒരു മാർഗവും ഇല്ലാന്ന് നമ്മൾ പറയുന്ന കാര്യത്തിൽ ചില മാർഗങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ക്യാമറാമാൻ ബിബിൻ മുരളിയോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18.